എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ GP റേറ്റിംഗ് കോഴ്സ് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കോളേജ് ന്യൂസി ഗോവയാണ്. 2025 ജൂലൈയിൽ ആരംഭിക്കുന്ന GP റേറ്റിംഗ് കോഴ്സിനുള്ള ആപ്ലിക്കേഷൻ ഫോം ന്യൂസി ഗോവയുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ തീയതി 8 മാർച്ച് 2025 ഇതിനു മുന്നേയുള്ള വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്ലൈ ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ഫീസും ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ന്യൂസി ഗോവയിൽ 2025 ജൂലൈയിൽ ആരംഭിക്കുന്ന GP റേറ്റിംഗ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. GP റേറ്റിംഗ് കോഴ്സിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ഒരു കാര്യം പറയാം. ഒരുപാട് പോരായ്മകളുള്ള ഒരു കോഴ്സാണ് GP റേറ്റിംഗ്. ന്യൂസി ഗോവ ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജാണ് GP റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോലും ന്യൂസി ഗോവയിൽ അവിടെ പഠിച്ചവർക്ക് എല്ലാവർക്കും 100% ജോലി കിട്ടണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരവസ്ഥയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സമയവും പൈസയൊക്കെ ഈ ഒരു കോഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു കോഴ്സിൻ്റെ പോരായ്മകളെക്കുറിച്ച് നിങ്ങൾ പരമാവധി മനസ്സിലാക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്ത 2 വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോകളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഏകദേശമൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. GP റേറ്റിംഗ് ഒരു മോശം കോഴ്സാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജോലി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞ് കപ്പലിൽ പോയാലും നല്ല അധ്വാനമുള്ള മാനസികവും ശാരീരികവുമായിട്ട് നല്ല അധ്വാനമുള്ള ജോലിയാണ് GP റേറ്റിംഗ് കഴിഞ്ഞ് വരുന്നവർക്ക് 6 മാസം ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കേണ്ട ഒരു റെസിഡൻഷ്യൽ കോഴ്സാണ് GP റേറ്റിംഗ്. 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2,24,000 രൂപയാണ് ഈ ഒരു കോഴ്സിൻ്റെ കോഴ്സ് ഫീസ്. മിനിമം 10ാം ക്ലാസ് 40% മാർക്കോടെ പാസ്സായിട്ടുണ്ടാവണം എന്നതും ഇംഗ്ലീഷിൽ 40% മാർക്കിൽ കുറയാണ്ട് സ്കോർ ചെയ്തിട്ടുണ്ടാവണം എന്നതുമാണ് ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ബോഡി മാസ് ഇൻഡെക്സ് 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്ക് ആയിരിക്കണം എന്നത് ഒരു റിക്വയർമെൻ്റ് ആണ്. നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാൽക്കുലേറ്റർ ന്യൂസി ഗോവൻ്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി നോക്കി നിങ്ങളുടെ വെയ്റ്റും ഹൈറ്റും ഇൻപുട്ട് ചെയ്താൽ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് ആ ഒരു കാൽക്കുലേറ്റർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ BMI 20 തൊട്ട് 30ൻ്റെ ഇടയിലായിരിക്കണം എന്നതാണ് റിക്വയർമെൻറ്റ്. ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ഐസൈറ്റ് ഒരു കണ്ണിൽ 6/6 വേണമെന്നും രണ്ടാമത്തെ കണ്ണിൽ മിനിമം 6/9 എങ്കിലും വേണമെന്നുള്ള ഒരു റിക്വയർമെൻറ്റ് കൂടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് തന്നെ ഒരു മൊബൈൽ ഫോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തേത് ഒരു BMI സർട്ടിഫിക്കറ്റ് ആണ്. BMI സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നാട്ടിലുള്ള ഒരു MBBS ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്നും വെയ്റ്റ് എത്രയാണെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ BMI എത്രയാണെന്നുള്ള കാര്യം ഡോക്ടറിൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതി വാങ്ങി ഡോക്ടറിൻ്റെ സൈനും സ്റ്റാമ്പും അടങ്ങിയ ഒരു ഫോം, അതാണ് നിങ്ങളുടെ BMI സർട്ടിഫിക്കറ്റ്. ഈ ഒരു ഫോം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് ഒരു ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവരുടെ ലെറ്റർ ഹെഡിൽ ഈ പറഞ്ഞ ഫോർമാറ്റിൽ ആവശ്യമുള്ള സാധനങ്ങൾ എഴുതി വാങ്ങി സൈനും സ്റ്റാമ്പും വാങ്ങി അത് PDF ആയി എടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ 2 ഡോക്യുമെൻറ്റ് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടും ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഫോട്ടോ നല്ലൊരു സ്റ്റുഡിയോയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നല്ല സ്മാർട്ടായിട്ടുള്ളൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പറഞ്ഞ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. GP റേറ്റിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.